ഒരു ജുവലറി മുതലാളി എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന ഒരു വജ്രമോതിരം കാണാനില്ല. ഇദ്ദേഹത്തിന് പ്രധാനമായിട്ട് 3 സേവകരുണ്ട്, പണിക്കാരുണ്ട്. ഇദ്ദേഹം വലിയ സൈസാണ്. ആടും മാടും ചിക്കനും പോത്തും കോഴിയും താറാവും എല്ലാം തിന്നുന്ന സ്വഭാവക്കാരനാണ് ഈ ജുവലറി മുതലാളി. അങ്ങനെ വലിയ വയറും വലിയ ഉടലിൻ്റെ ഉടമയും ആണ് ഇദ്ദേഹം. സകല സുഖലോലുപതയ്ക്ക് വിധേയനാകുന്ന സമ്പന്നനായ സുഖിമാനായ മുതലാളി ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിന് വിശ്വസ്തരായിട്ടുള്ള 3 സേവകർ, ജോലിക്കാരും ഉണ്ട്. എപ്പോഴും ഇങ്ങനെയോടെ കാണും. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വിശേഷപ്പെട്ട ലക്ഷങ്ങൾ വിലമതിപ്പ് വരുന്നതായിട്ടുള്ള ഒരു വജ്രമോതിരം കാണാനില്ല. അങ്ങനെ എൻ്റെ അടുത്ത് വരികയുണ്ടായി. കാരണം ഞാൻ ആസ്ട്രോളജിയും കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ, ജ്യോതിഷം. അപ്പം അല്ല കൺകെട്ട് വിദ്യ അല്ലെങ്കിൽ ഈ മഷി നോട്ടം അങ്ങനെ വല്ല പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാണ് എൻ്റെ അടുത്ത് വന്നത്. എന്നാലും ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ ഇവിടെ മുറ്റത്ത് കിടക്കുന്ന മരച്ചില്ലകളിൽ 3 എണ്ണം എടുത്തുകൊണ്ട് പോകും. ഒരേ അളവിലുള്ള 3 ആക്കി ഞാൻ തരും. പക്ഷെ ഇത് നിങ്ങൾ 3 നിങ്ങളുടെ സേവകരോടും പറയണം, രാത്രി നിങ്ങൾ ഇവരുടെ കിടക്കുന്ന തലയുടെ അടുത്ത് വയ്ക്കണം. ഇവരിലൂടെ ആരിലൂടെയാണ് ഈ മോതിരം നഷ്ടപ്പെട്ടത്? കാരണം ഇവർ 3 പേരും നിഷേധിച്ചു. ഇവർക്കറിയത്തില്ല എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ മോതിരം നഷ്ടപ്പെട്ടു പോയത്. കാരണം ഇദ്ദേഹം എണ്ണ തേച്ച് കുളിക്കുമ്പോഴും മറ്റുമൊക്കെ തോർത്ത് ഉടുപ്പിച്ച് കമഴ്ത്തി കിടത്ത് മറ്റ് മസാജ് ചെയ്യാൻ ആൾക്കാർ വരുമ്പോഴും എവിടെ പോയാലും ഒക്കെ ഇങ്ങനെയുടെ എല്ലാ സ്വകാര്യ വസ്തുക്കളും സൂക്ഷിക്കുന്ന ഇവർ 3 പേരുമാണ്, മാറി മാറി. എന്തായാലും ഈ 3 പേരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല ഇങ്ങനെയുടെ മോതിരം എങ്ങനെ പോയി എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 3 പേരുടെ കയ്യിലും ഈ മരച്ചില്ല നമ്മൾ ഒരേ അളവിൽ കൊടുക്കുന്നു. പക്ഷേ ഇവരോട് പറയുക, ഇവരിൽ ആരിലൂടെയാണ് കൈമോശം വന്നത് എങ്കിൽ ഈ കമ്പ്, ഈ മരച്ചില്ല് വളരും. 2 ഇഞ്ചോളം എങ്കിലും പിറ്റേ ദിവസം രാവിലെ വളർന്നിരിക്കും. ഇത് ശക്തിയാർന്ന ദൈവികത്വമുള്ള മാന്ത്രിക കമ്പാണ് എന്ന് പറഞ്ഞു വേണം ഈ 3 സേവകരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ. എന്തായാലും ഇവർ 3 പേരും, കാരണം ഇങ്ങനെ വിശ്വാസവും അവിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന മുതലാളിയും പണിക്കാരുമാണല്ലോ. എന്തായാലും ശരി തന്നെ. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ ഈ 3 പേർക്കും കൊടുത്ത മരച്ചില്ല, ഈ മരക്കൊമ്പ് എൻ്റെ തിരിച്ചു കൊടുത്തരണം, പിറ്റേ ദിവസം ഉച്ച തിരിഞ്ഞ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ അന്ന് രാത്രിയിൽ ഈ 3 സേവകരുടെ കയ്യിൽ ഈ 3 കമ്പുകൾ കൊടുക്കുകയും പിറ്റേ ദിവസം ഈ 3 പേരും തിരിച്ച് ഈ കമ്പുകൾ ഇങ്ങനെ ഏൽപ്പിക്കുകയും എന്നെ കാണാൻ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വരികയും ചെയ്തു. അതിൽ നോക്കിയപ്പോഴത്തേക്ക് ഒരു കമ്പ്, അതായത് 3 പേർക്ക് അടയാളപ്പെടുത്തിയാണ് കൊടുത്തിരിക്കുന്നത്. 3 പേരുടെ കയ്യിൽ ആരുടെ കയ്യിലൊക്കെയാണ് ഈ കമ്പ് ചെല്ലുന്നതെന്ന് ചെറിയൊരു അടയാളം ഞാൻ രഹസ്യമാക്കി വെച്ചിരുന്നു. അങ്ങനെ അതിൽ ഒരു കമ്പ് നോക്കുമ്പോഴത്തേക്ക് 2 ഇഞ്ച് കുറഞ്ഞിരിക്കുക. പിടികിട്ടി. കാരണം നമ്മൾ പറഞ്ഞത് എന്തുവാ, ആരുടെ കയ്യിൽ നിന്നാണ് മോശം വന്നത്, എങ്ങനെയാണോ ഈ മോതിരം നഷ്ടപ്പെട്ടു പോയത്, ആ വ്യക്തിയുടെ കയ്യിലുള്ള കമ്പ് 2 ഇഞ്ച് വളരും എന്നല്ലായിരുന്നോ? അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത് 2 ഇഞ്ച് ഒടിച്ചു വെച്ചു. അപ്പോൾ വളർന്നു കഴിയുമ്പോൾ ഈക്വൽ ആവുമല്ലോ. ഇതായിരുന്നു അവൻ്റെ വക്രബുദ്ധി. കള്ളനെ കൈയോടെ നമ്മൾ പിടിച്ചു. അയാൾ തന്നെയാണ് ഈ മോതിരം മോഷ്ടിച്ചത്. അങ്ങനെ ഈ മുതലാളിക്ക് തൻ്റെ വജ്രമോതിരം തിരികെ ലഭിച്ചു. ഇതാണ് സത്യം, കഥയും വാസ്തവവും. അപ്പം നമുക്കങ്ങനെ ബുദ്ധിപരമായിട്ട് വിസ്ഡം ആൻഡ് മെഡിറ്റേഷൻ, അറിവിൻ്റെ മുത്തുകൾ, അതാണ് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. സുഗന്ധം, ധ്യാനം, സംഗീതം, അറിവ്. ഞാൻ കൊല്ലം ഐത്തിൽ മെഡിട്രീന ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ബുദ്ധി വളർച്ച, വിവേകം, അറിവ് വേണമെങ്കിൽ
മെഡിറ്റേഷൻസ് ചെയ്യുക, വരിക, പ്രാക്ടീസ് ചെയ്യുക. ഗൈഡഡ് മെഡിറ്റേഷൻസ് ആണ്. സ്വന്തമായിട്ട് ഇപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ, നേരിട്ട് വരണം. സൈക്കോളജി കൺസൾട്ടേഷൻസ് നമ്മുടെ മെഡിട്രീന ഹോസ്പിറ്റലിൽ ഉണ്ട്. വരിക, സ്വാഗതം. ഞാൻ ആസ്ട്രോളജി കൈകാര്യം ചെയ്യുന്നു, ജ്യോതിഷഭൂഷണം കൂടിയാണ്. വെൽക്കം. NP സ്കൂൾ ഓഫ് തോട്ട്സിലാണ് ജ്യോതിഷഭൂഷണം കൈകാര്യം ചെയ്യുന്നത്. നാഗ മത്സ്യാവതാര ധ്യാനക്ഷേത്രവും കൂടിയാണല്ലോ നമ്മുടേത്. അപ്പോൾ ഇവിടെ നാഗ മത്സ്യാവതാര ജ്യോതിശാലയും കൂടിയാണ്. വരിക, പ്രയോജനപ്പെടുത്തുക. വെൽക്കം. മുഖത്തലയിലാണ് NP സ്കൂൾ ഓഫ് തോട്ട്സ്.